EMI എടുക്കുന്നതിൻ്റെ വിധി ഒന്ന് വിശദീകരിക്കാമെന്നാണ്. ഇപ്പോൾ EMI ബൈഉ തഖ്സീത്തിനാണ് സാധാരണഗതിയിൽ EMI എന്ന് പറയാറുള്ളത്. തഖ്സീത്ത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ പണം നൽകി വസ്തുക്കൾ വാങ്ങുക. ഇൻസ്റ്റാൾമെൻറ്റ് ഇസ്ലാം അനുവദിച്ച കച്ചവടങ്ങളുടെ കൂട്ടത്തിലാണ് അടിസ്ഥാനപരമായി കൊണ്ടുള്ളത്. അഥവാ ഇപ്പോൾ ഈ ഒരു ഫോണ് റൊക്കം കാശ് കൊടുത്ത് വാങ്ങണമെങ്കിൽ 10,000 രൂപയ്ക്ക് തരും. അതേസമയം ഒരു 5-6 തവണകളാണെന്നുണ്ടെങ്കിൽ 15,000 രൂപ എന്ന് പറഞ്ഞ് വിൽക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും. അതിൽ പ്രശ്നമൊന്നുമില്ല. ഇസ്ലാം അനുവദിച്ച കച്ചവടങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഇൻസ്റ്റാൾമെൻറ്റ് പറ്റാത്ത കച്ചവടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണം വെള്ളി ഇതിന് ഇൻസ്റ്റാൾമെൻ്റ് ഇല്ല, റൊക്കം പൈസ കൊടുത്തിട്ട് വേണം അത് വാങ്ങാൻ. ഒരിക്കലും തന്നെ കടം വാങ്ങാൻ പറ്റിയ സാധനമല്ല സ്വർണവും വെള്ളിയും. അതുപോലെ തന്നെ അടവുകളായി കൊണ്ട് വാങ്ങാൻ പറ്റിയ സംഭവമല്ല സ്വർണ്ണം വെള്ളിയും. അതല്ലാത്ത ബാക്കിയുള്ള എല്ലാ സാധനവും ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങാം. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻസ്റ്റാൾമെൻറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ ഇപ്പോൾ കച്ചവടത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു അടിസ്ഥാനത്തിലേക്ക് വരികയാണെങ്കിൽ കച്ചവടത്തിൽ മതം പറഞ്ഞിട്ടുള്ള നിബന്ധനകളുണ്ട്. അതിന് ഷുറൂത്തുൽ ബൈഅ എന്നാ പറയാം. ഇനി മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമങ്ങളുണ്ട്. അതിന് ഷുറൂത്തും ഫിൽ ബൈഅ എന്നാ പറയാം. ഒരു ചെറിയ മാറ്റം. ഒന്ന് ഷുറൂത്തുൽ ബൈഅ, രണ്ടാമത് ഷുറൂത്തും ഫിൽ ബൈഅ. ഇങ്ങനെ വരുമ്പോൾ മതമുണ്ടാക്കിയ നിയമത്തിനെതിരിലാകരുത് മനുഷ്യന്മാരുണ്ടാക്കുന്ന നിയമം എന്നുള്ളൊരു പൊതുതത്വമുണ്ട്. ആ തത്വം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള EMIൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0% ഇൻട്രസ്റ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന EMI സിസ്റ്റങ്ങളാണെങ്കിൽ പോലും അടവ് തെറ്റിക്കഴിഞ്ഞാൽ ഇത്ര % പലിശ അടക്കേണ്ടി വരും എന്നവർ അതിൽ നിയമം പറയാറുണ്ട്. അപ്പോൾ നമ്മളതിനെ ഒപ്പുവെക്കും, ഓക്കെയാണെന്ന്. അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുറൂത്തുൽ ബൈഇന് എതിരിൽ ഷുറൂത്തുൽ ഫിൽ ബൈഇ വരികയാണ്. അതായത് പലിശ വന്നാൽ എനിക്ക് പ്രശ്നമില്ല എന്നാൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കുകയാണ്. നമ്മളതിന് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മാസ ശമ്പളത്തിൽ നിന്ന് അതങ്ങനെ കട്ടായി പോയിക്കോളല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നമൊന്നും ഇല്ലല്ലോ, അതങ്ങനെ പോയിക്കോളല്ലോ എന്ന്. നമ്മൾ മാസം ശമ്പളം വാങ്ങുന്ന ഉറപ്പ് നമുക്കില്ലല്ലോ. അതിൻ്റെ മുമ്പ് നമ്മൾ മരിച്ചു പോയിക്കൂടെ? നമ്മളെ മക്കൾ അത് അടക്കണം എന്നൊരു നിർബന്ധം ഇല്ലല്ലോ. മാത്രമല്ല അത് ഏത് സമയത്തും തെറ്റും ചെയ്യുക. അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ പലിശ വരുന്നതിന് എനിക്ക് പ്രശ്നമില്ല എന്ന് നമ്മളതിൽ എന്താക്കുന്നുണ്ട്, അതിൽ ഒപ്പുവെക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം എന്താ, EMI നമ്മുടെ നാട്ടിൽ EMI വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഫോൺ EMI എടുക്കുമ്പോൾ ഇതിന് 10,000 ഇതിൻ്റെ ആക്ച്വൽ റൈറ്റ് എങ്കിൽ ആ സമയത്തു തന്നെ ഇവിടുത്തെ EMI കമ്പനിക്കാരൻ 10,000 രൂപ ആർക്ക് കൊടുത്തിട്ടുണ്ട്? ഇത് വാങ്ങുന്ന ഏത് കടയിൽ നിന്നാണോ വാങ്ങിയത് അവർക്കത് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ ഇടപാട് മുഴുവൻ നടക്കേണ്ടത് ആ കമ്പനിയുമായിട്ടാണ്, കടയുമായിട്ടല്ല. എൻ്റെ ഫോൺ വാങ്ങാൻ വേണ്ടി ഫൈനാൻസ് ചെയ്ത കമ്പനിയുമായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ 10,000 രൂപക്ക് പകരം ആണ് യഥാർത്ഥത്തിൽ 15,000 രൂപ കൊടുക്കുന്നത്. അപ്പോൾ അത് പലിശയാവും. അത് എനിക്ക് ഞാൻ ഫോണിൻ്റെ പൈസ അല്ല കൊടുക്കേണ്ടത്. കാരണം ഫോണിൻ്റെ പൈസ എന്നുള്ളത് ആ 10,000 രൂപ അപ്പോൾ തന്നെ എന്തായിട്ടുണ്ട്, ആ കടക്കാരന് അതല്ലെങ്കിൽ അത് ഏതാണോ ആരെടുത്തുനിന്നാണോ വാങ്ങിയത് അയാൾക്ക് ഈ പറഞ്ഞ നമ്മൾ ഏത് ഫൈനാൻസിങ്ങുമായി ആണ് ഉള്ളത് അവർക്ക് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ ആ പൈസക്ക് പകരമായിക്കൊണ്ട് പിന്നെ നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ 10,000 കൊടുത്തതിന് പകരം നമ്മൾ 15,000 കൊടുക്കുന്നത് എന്നുകൊണ്ട് തന്നെ അവിടെ പലിശ വരുന്നുണ്ട്. ഇസ്ലാമിക സിസ്റ്റത്തിൽ ഞാൻ ഇത് ആരുടെ അടുത്ത് നിന്നാണോ വാങ്ങുന്നത് അയാളുടെ അടുത്ത് നിന്ന് ഈ സാധനമാണ് വാങ്ങുന്നത്, ഈ സാധനത്തിനുള്ള പൈസയാണ് കൊടുക്കേണ്ടത്. അതേസമയത്ത് ഇവിടുത്തെ പലപ്പോഴും EMI സിസ്റ്റത്തിൽ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വാങ്ങുമ്പോൾ എനിക്ക് വേണ്ടി പണം ആരാണോ നൽകിയത് ആ പണം നൽകിയ ആൾക്കാണ് പണം തിരിച്ചു കൊടുക്കുന്നത്. പണം നൽകിയ ആൾക്ക് പണം തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും എത്രയാണോ തന്നത് അത്രയേ കൊടുക്കാൻ പറ്റുള്ളൂ. അതേസമയത്ത് കച്ചവടം എന്ന് പറഞ്ഞാൽ പണവും തമ്മിലല്ല, പണവും വസ്തുവും തമ്മിലാണ്. ആ സംഭവമല്ല യഥാർത്ഥത്തിൽ ഇവിടെ EMIയുടെ പേരിൽ നടക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിനൊക്കെ ഒരു ഇസ്ലാമികമായ ഹലാലായ രീതി ഉണ്ട്, പക്ഷേ ആ രീതികളല്ല നമ്മുടെ നാടുകളിൽ നടക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിൽ വിശ്വസംബന്ധമായി സൂചിപ്പിക്കാനുള്ള. അല്ലാഹു അലം.